ഓം ഹൈ ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ ഗ്രഹേഭ്യോ സ്കന്ധായ ദേവ്യേ നമഃ. നമസ്തേ. ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ, തളിക്കുളം, തൃശ്ശൂർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശരിയായ പ്രസവ സമയത്തെക്കുറിച്ചാണ്. ജാതകഫല നിർണയത്തിന് ആധാരമായി സ്വീകരിക്കേണ്ട ശരിയായ ജനന സമയത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പലതുണ്ടെങ്കിലും ഇവയിൽ ഏത് സ്വീകരിക്കണം എന്നതിൽ പലർക്കും ആശയക്കുഴപ്പം ഉള്ളതിനാൽ ഈ വിഷയത്തിൽ ഗുരു ഉപദേശവും അനുഭവവും തന്നെയാണ് മുഖ്യം. പൂർവജന്മാർജിതം കർമ്മം ശുഭം വായതീവ ശുഭം തസ്യ ഭക്തിം ഗ്രഹ സർവേ സൂചയന്തീഹ ജന്മനി. പൂർവജന്മാർജിതമായ പാപപുണ്യകർമ്മങ്ങളുടെ സൂചന നൽകുന്നവയാണ് ഗ്രഹങ്ങൾ. അതുമൂലം ഭാവിയിൽ വരാവുന്ന ശുഭാശുഭ ഫലങ്ങളെയും സമഗ്രമായി സൂചിപ്പിക്കുന്ന പ്രതീകമാണ് ജനന സമയത്ത് ഗ്രഹനില എന്നത്. എന്നാൽ എത്ര പേരുടെ ജാതകത്തിൽ ഈ ഗ്രഹനില തുല്യമായി ഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നു പരിശോധിക്കുമ്പോൾ ജാതകവും ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ജാതക ഗണിതങ്ങളിൽ ഏതോ ചില സൈദ്ധാന്തിക അടിത്തറയിൽ പിശകുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതിനാൽ തന്നെയാണ് ഈ ശാസ്ത്രത്തിൻ്റെ പൊതുവിശ്വാസം നഷ്ടപ്പെടുന്നതും. ജനനീ ജന്മസൗഖ്യാനാം വർദ്ധനീ കുലസമ്പദാം പദവീ പൂർവപുണ്യാനാം ലിഖ്യതേ ജന്മപത്രികാം. ജന്മസൗഖ്യങ്ങളെ ഉണ്ടാക്കുന്നതും കുലസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതും പൂർവപുണ്യങ്ങളുടെ സ്ഥിതി സൂചിപ്പിക്കുന്നതും ആയ ജന്മപത്രിക എഴുതപ്പെടുന്നു എന്നാണല്ലോ ആദ്യമായി ജാതകത്തെക്കുറിച്ച് ആമുഖമായി എഴുതുക. ഈ ജന്മസൗഖ്യത്തെ ശരിയായി ഗണിക്കപ്പെടാത്ത ജാതകത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇന്ന് കച്ചവടം പോലെ 250 രൂപയ്ക്കും ജാതകം നിർമ്മിച്ചു കൊടുക്കുന്നവരുണ്ട്, ഇല്ലേ? സാധാരണ ജനങ്ങൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെടുന്നത് ലോകം അറിയുന്നില്ല. ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ജനന സമയം തെറ്റാം എന്നുകൂടി പറയുന്നു. ജനന സമയം പ്രസവരക്ഷ ചെയ്യുന്നവർ വരുത്തിയേക്കാവുന്ന തെറ്റുകളും, അതായത് സിസേറിയൻ പോലുള്ള സന്ദർഭങ്ങൾ, വാച്ചുകൾ വരുത്താൻ സാധ്യതയുള്ള തെറ്റുകളും അശ്രദ്ധയും ശരിയായ ജനന സമയ നിർണയത്തിൽ വ്യതിയാനങ്ങൾ വരുത്താം. അതുപോലെ ഏതു രാജ്യത്തിൽ വെച്ചാണോ പ്രസവം സംഭവിച്ചത് ആ ദേശത്തിൻ്റെ അക്ഷാംശം രേഖാംശം വെച്ചുകൊണ്ടായിരിക്കണം ജാതകം ഗണിക്കപ്പെടേണ്ടത്. സൂര്യോദയത്തിൽ ദേശങ്ങൾ തമ്മിൽ അന്തരമുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ജാതകം ഗണിക്കപ്പെടുന്നതിൽ അനവധി മിസ്റ്റേക്കുകൾ വരുന്നതായി കാണുന്നുണ്ട്. ഇത് സമർത്ഥരായ ജ്യോതിഷികൾക്ക് ഗണിതക്രിയയിലൂടെ നിരീക്ഷിച്ചറിയാൻ സാധ്യമാണ്. കേവലം നാഴിക വിനാഴികൾ കൊണ്ട് തന്നെ ജന്മ ശിശുവിൻ്റെ ലിംഗഭേദം കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുകൂടി ജനന സമയ നാഴിക കൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. സൂക്ഷ്മമായ ജനനസമയ നിർണയത്തെക്കുറിച്ച് പ്രശ്നമാർഗമാർഗത്തിൽ പറയുന്നുണ്ട്. അതുപോലെ മറ്റനവധി ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അവയെ കൂടി ഞാൻ സൂചിപ്പിക്കാം. ശാസ്ത്രോക്തമാർഗേണ സുലഗ്നകാലം സ്ഫുടം സമാനേയം.
ശാസ്ത്രോക്തമായ രീതിയിൽ സൂക്ഷ്മ ലഗ്നസ്ഫുടം വരുത്തേണ്ടതാണ് എന്ന് വസിഷ്ഠോറയിൽ പറയുന്നു. സിദ്ധാന്തോക്തേന മാർഗേണ ലഗ്നകാലം പ്രസാധിയേത്. ജ്യോതിഷഗണിത രീതികളിലൂടെ ലഗ്നസമയം സൂക്ഷ്മപ്പെടുത്തേണ്ടതാണ് എന്ന് കശ്യപഹോരയിലും പറയുന്നു. പ്രശ്നമാർഗത്തിൽ പറയുന്നു, കുന്തലഗ്നസ്ഫുടം വരുത്തി ലഗ്നസ്ഫുടത്തെ തുല്യമാക്കേണ്ടതാണ്. മറ്റെല്ലാ വഴികളും അതിനോട് ചേർത്ത് വയ്ക്കാം എന്ന് മാത്രം. കുന്തക്രിയ എന്നത് ലഗ്നസ്ഫുടത്തെ നവാംശം കൊണ്ട് ഗുണിച്ച് കണ്ടെത്തുന്നതാണ് കുന്തക്രിയ എന്നത്. നവാംശം 9 × 9 അപ്പം 81, അതാണ് കുന്തസ്ഫുടം. കുന്തലഗ്നേന പ്രതിലഗ്നേന പൃഷ്ടുത്താരാനചേ ഭവേൽ ചിത്താകാഞ്ചിൽ കലാസ്തത്ത വനയം പൃഷ്ടുജന്മഭം. ലഗ്നം വേറെ വെച്ച് കുന്തം എന്ന് പറഞ്ഞാൽ 81 കൊണ്ട് ഗുണിക്കുമ്പോൾ പ്രഷ്ടാവിൻ്റെ ജന്മനക്ഷത്രം വരുന്നില്ല എങ്കിൽ ചില ഇലിയിൽ കൂട്ടിയോ കുറച്ചോ പ്രഷ്ടാവിൻ്റെ നക്ഷത്രം വരുത്തിക്കൊള്ളണം. ഇവിടെ ജന്മനക്ഷത്രത്തിനു പകരം അനുജന്മ നക്ഷത്രം വന്നാലും ലഗ്നസ്ഫുടം സൂക്ഷ്മമായി എന്ന് കണക്കാക്കാം. ഇതിനെ പറയുന്ന പേരാണ് കുന്തലഗ്ന നക്ഷത്രം. കുന്തലഗ്ന നക്ഷത്രവും പ്രഷ്ടാവിൻ്റെ ജന്മനക്ഷത്രവും ഒന്നായിരിക്കുകയോ അനുജന്മ നക്ഷത്രമായി വരികയോ ചെയ്യാതിരുന്നാൽ ലഗ്നസ്ഫുടത്തിൽ ഒരു നക്ഷത്രത്തിന് 10 ഇലി കല കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. കുന്തസ്ഫുടം നക്ഷത്രം തൃക്കേട്ടയും പ്രഷ്ടാവിൻ്റെ ജന്മനക്ഷത്രം ഉത്രാടവുമാണെങ്കിൽ ലഗ്നസ്ഫുടത്തിൽ 3 നക്ഷത്രത്തിന് 30 ഇലി കൂട്ടണം. കുന്തലഗ്നസ്ഫുട നക്ഷത്രം പൂരോട്ടാതിയാണെങ്കിൽ 4 നക്ഷത്രത്തിന് 4 ഇലി കളയണം. അപ്പോൾ ലഗ്നസ്ഫുടം സൂക്ഷ്മമാകും. അപ്പോൾ ലഗ്നം ഗണിക്കുന്നതിലും ജാതകം ഗണിക്കുന്നതിലും സൂക്ഷ്മമായ ലഗ്ന സമയം നമ്മൾ തിട്ടപ്പെടുത്തേണ്ടതാണ്. പലരുടെ ജാതകത്തിലും ഇങ്ങനെ അനവധി തെറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എല്ലാം നല്ല ജ്യോതിഷ ആചാര്യന്മാരെ കണ്ട് ലഗ്നം ജാതകം തയ്യാറാക്കാൻ ശ്രമിക്കുന്നത് വേണം. നന്ദി, നമസ്തേ.